ഗൈസ്, ഇപ്പോൾ സമയം വെളുപ്പാങ്കാലം 4:10 കറക്റ്റ്. അപ്പോൾ നമുക്ക് 5:15 നമുക്ക് ട്രെയിൻ. അത് പറഞ്ഞില്ലല്ലേ ഗൈസ്, നമ്മൾ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ആദ്യം പറയാം. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ടു നമ്മൾ കോഴിക്കോട് പോവാണ്. അതും നമ്മൾ ട്രെയിനിൽ. ഏത് ട്രെയിനില്? ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ദേ ഭാരത് കാണാൻ പോകുന്നത്, കയറാൻ പോകുന്നത്. വന്ദേ ഭാരത് നേരിട്ട് കണ്ടിട്ടില്ല, കേറിയിട്ടില്ല, വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ വന്ദേ ഭാരതില് 5:45 കറക്റ്റ് 5 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്തുമെന്നാണ്. 5 മണിക്കൂറുണ്ട്, 5:45 മണിക്കൂറുണ്ട് എന്നാണ് നമ്മളെ ടിക്കറ്റ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഇന്ന് എത്ര ടൈം കൊണ്ട് നമ്മൾ കോഴിക്കോട് എത്തുമെന്ന്. അത് കാണിച്ചിരിക്കുന്നത് നമ്മൾ 11 മണി ആകുമ്പോൾ കോഴിക്കോട് എത്തുമെന്നാണ്. ഫുഡ് കിട്ടുമോ ട്രെയിനകത്ത്? ഫുഡ് ഉണ്ടോ? നമ്മള് മറ്റേ 2 കാറ്റഗറി ഉണ്ടല്ലോ. ഒരെണ്ണം പ്രൈസ് കൂടിയത്, എനിക്ക് കറക്റ്റ് പറഞ്ഞിട്ടേ അറിയത്തില്ല. പക്ഷെ അതിന് ടിക്കറ്റ് ഇല്ലായിരുന്നു. അത് നമ്മൾ ചെയറിന്റെ ആണ് നമ്മൾ എടുത്തത്. അതിനകത്ത് ഫുഡ് അലൗഡ് അതല്ല എടുത്തത്. അതിന് ടിക്കറ്റ് ഫുൾ ആയിരുന്നു. നമ്മളൊരു കറക്റ്റ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 വീക്ക് മുമ്പെങ്കിലും മേ ബി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എനിക്ക് കറക്റ്റ് കിട്ടില്ല. അതിൽ ആ ടൈമിൽ കിട്ടില്ല. ഇപ്പൊ ശിവരാത്രിയൊക്കെ ആ ഒരു ഈ മാസം അമ്പൂട്ട് നല്ല ഉറക്കമാണ്. കോഴിക്കോട് നിന്ന് പിന്നെ എങ്ങോട്ടാണെന്ന് നമ്മൾ പിന്നെ പറയല്ലേ. നമ്മൾ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ നമ്മൾ പോയി ഷോപ്പൊക്കെ ചെയ്ത് ലുലുമാളിലൊക്കെ പോയി, പിന്നെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി വന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങാന്നും പറഞ്ഞ് കിടന്ന് പാക്കൊക്കെ ചെയ്ത് വന്നപ്പം സമയം ഒരു നേരമായി. അപ്പോഴത്തേക്ക് 3:45 ഉറക്കക്ഷീണം കാണാം. മിക്കവാറും നമ്മൾ ട്രെയിനിൽ കയറി സ്വിച്ച് ഓഫ് ആവും. പറയത്തില്ലല്ലോ, ഒട്ടും അറിയില്ല. ഞാൻ ഇന്ന് വൈകിട്ട് ഒരു 1 മണിക്കൂറൊന്നും ഉറങ്ങി ഉച്ചയ്ക്ക്. നമ്മൾ അന്ന് മുംബൈ പോയ ചേട്ടൻ തന്നെയാണ് നമ്മൾ ഇന്നും നമ്മളെ കൊണ്ടുപോയി വേണ്ടി വരുന്നത്. സോ അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകണം. ഒരുപാട് പെട്ടിയൊന്നും ഇല്ല. 2 പെട്ടി. ഒരു പെട്ടി പിടിച്ചോ, അങ്ങോട്ട് വിട്ടോ. ഒരു പെട്ടി ഒരു പെട്ടി ഇപ്പൊ വരും. അപ്പൊ മൊത്തം 2 പെട്ടിയും 2 ബാഗും. അതാകുമ്പോ എളുപ്പമാണ്. മൃദുല ഒരു ബാഗ് ഇടും, ഞാനൊരു ബാഗ് ഇടും. അപ്പൊ വേറെ ഒരുപാടൊന്നും ഇല്ല. സോ നമ്മുടെ ഒരു 1 വീക്ക് ട്രിപ്പാണ് നമ്മൾ ഇതിലോട്ടും പ്ലാനിങ്ങിലുള്ളത്. പക്ഷേ ഇതൊരു ഹറിബറി ട്രിപ്പായി പോയി. അയ്യോ സത്യം. നമ്മളിത് 1 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു ഇച്ചിരി തിരക്കോടുകൂടിയാണ് പോകുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിന്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നു. മാറി എല്ലാം ഓക്കെ ആയി. പക്ഷെ എന്നാ പോലും ഒന്ന് വീട്ടിൽ ഒരു ദിവസം സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ കുറെ ദിവസമായിരുന്നു. സോ എന്തായാലും അടിപൊളി ഒരു യാത്രയായിരിക്കും. പക്ഷെ ഇത് മാറ്റി വെക്കാൻ പറ്റൂല. നമ്മളിപ്പോ എൻജോയ് ചെയ്യും, അടിച്ചു പൊളിക്കും. വന്ദേ ഭാരത് കയറാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം ആണ് വന്ദേ ഭാരത് കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അപ്പം പോവാം. നമ്മള് വേറെ ഡ്രസ്സൊന്നും സിമ്പിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാ. ട്രെയിനിൽ ഇല്ലേ, ട്രെയിനിൽ കയറി ഉറങ്ങാം. പാതി ഇട്ട് പോയി, നല്ല ഒരു ലുക്ക് കിട്ടും. ആണോ? ഓക്കെ, മതിയോ? അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ കോഴിക്കോട്ടിലല്ല, സോറി, കാലിക്കറ്റിലേക്ക്. ആദ്യം ഉറക്കത്തിലാണേ ഗൈസ്. നമുക്ക് ശരിയാക്കാതെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഉറങ്ങി എണീറ്റ് ശരിയാവും. കമ്പോട്ടർ മാക്കു ചാച്ചു ഉണത്തല്ലേ. ഈ ഡ്രസ് ഇട്ടപ്പോ ഉണന്നതേ ഉള്ളു. ഇപ്പൊ ചെറിയ ഒരു ചുമപ്പുണ്ട് ചുണ്ടില് സ്വന്തമായിട്ട് നഖം ഉള്ളത് കൊണ്ട് അള്ളക്കമാണ് പരിപാടി. നഖം വെട്ടി എടുത്തോട്ടോ, അവിടെ പോയി നഖം വെട്ടാം. എല്ലാം എടുത്തിട്ടുണ്ടോ? മെഡിസിൻസ്. നമ്മൾ എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോൾ അവന്റെ നഖം വെട്ടി എടുത്തില്ല. കണ്ടോ നമ്മൾ എന്തെങ്കിലും മറക്കും. അങ്ങനെ എന്ത് മറന്നാലും ലാപ്ടോപ്പ് മറക്കരുത്. മറക്കാൻ പോകുന്നത് ഇല്ല, ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എന്റെ ഗാഡ്ജറ്റ്സ് എല്ലാം ഈ ബാഗിൽ കേട്ടോ. പിന്നെ മൃദുലയുടെ മരുന്ന്, കുഞ്ഞിന്റെ നിക്കറ്, ഉടുപ്പ്, ബാക്കി ഐറ്റംസ് എല്ലാം ആ ബാഗിലാണ്. അപ്പൊ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഹേ ഗൈസ്, നമ്മൾ ഓൺ ടൈമിലാണ് സുഹൃത്തുക്കളെ. 5:15 ട്രെയിൻ, 5:03 ആയിട്ടേ ഉള്ളൂ. ഓൺ ടൈം. ട്രെയിനിൽ കയറിയപ്പോ ട്രെയിൻ വന്ന് കിടക്കുവായിരുന്നു ഗൈസ്. നമുക്ക് പോവാം. നമ്മുടെ അവിടെ 13:16 ഗൈസ്. അപ്പൊ നമ്മള് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇതെന്തോടാ, ഫുൾ ടിൻഡഡ് ആണോ? ഒന്നും കാണുന്നില്ല, പുറത്തൊന്നും കേറിയപ്പോഴേ ഒരു പത്രം തന്ന്, ഒരു കുപ്പി വെള്ളവും തന്നു കേട്ടോ. കേറിയപ്പോഴേ തന്നില്ലേ. ഇവിടെ സ്വിച്ച് ഉണ്ടോ? അതാണ്ട് ഇവിടെ ബാക്കിൽ ആളുടെ എന്തോ. ഞാൻ ആക്കി തരാം സ്വിച്ച്. ബാക്കിൽ ആളെന്തോ സീറ്റ് വെച്ചിരുന്ന് താഴെ പോയിട്ടോ. ഓക്കെ. ഇത് ലെഗ് സ്പേസ് ഇച്ചിരി കുറവാണ്. ഇവിടെ ചവിട്ട സാധനം ഉണ്ടോ? അതാണ്ട് ഈ സീറ്റ് കറക്കാൻ പറ്റില്ല. എവിടെ? ഈ 2 കാറ്റഗറി ഉണ്ട് ഗൈസ്. നമ്മളെ സീറ്റ് കറക്കാൻ പറ്റത്തില്ല. കറക്കാൻ പറ്റുന്നത് എന്തായിരുന്നു? ബുക്കിലായിരുന്നു, മൊത്തം ബുക്കിലായിരുന്നു. ഇതിൽ തന്നെ 2 കാറ്റഗറിയാണ്. മൊത്തം 2 കാറ്റഗറി ഉള്ളത്.
ഈ ട്രെയിൻ വന്ന് കിടക്കുവാണേ, പക്ഷെ നമ്മൾ ട്രെയിനാണോ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കാത്തത് കൊണ്ടും ഈ ട്രെയിൻ നമ്പർ കറക്റ്റ് നോക്കി നമ്മൾ കയറാത്തത് കൊണ്ടും ഇതിന്റെ ഡിസ്പ്ലേ വേറെ അല്ലേ. നമ്മൾ സാധാരണ നമ്മളെ ഈ ട്രെയിനിന്റെ അകത്ത് തന്നെ എല്ലാ സൈഡിൽ എഴുതി വെക്കും. ഇത് മറ്റേ ഡിസ്പ്ലേഡ് ആയതുകൊണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുക. ട്രെയിൻ നമ്പർ നോക്കി കറക്റ്റ് കയറാൻ കുറച്ച് ടൈം. അത് എന്താണോ എന്തായാലും ട്രെയിൻ നമ്പർ ഇത് തന്നെ ട്രെയിൻ. എനിക്കറിയത്തില്ല. നമ്മളെ സീറ്റ് ഇവിടെ അല്ല കേട്ടോ. എൻ്റെ 14, എൻ്റെ 13 അവിടെ 16. അപ്പം ഒരു ചേട്ടനാണ് ഇവിടെ ഇരിക്കണ്ട. ചേട്ടൻ മാറി തരാന്ന് പറഞ്ഞു. നല്ല ചേട്ടൻ. അപ്പം നമുക്ക് രണ്ടുപേർക്ക് കോഴിക്കോട് വരെ ഒന്നിച്ചിരിക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഫുഡുണ്ട്. ഈ സീറ്റിൽ ചേട്ടൻ ഫുഡ് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഫുഡ് അങ്ങ് തരണേന്നാ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. ആ ട്രെയിൻ എടുത്തതുപോലും അറിഞ്ഞില്ല കേട്ടോ ഞാൻ. കറക്റ്റ് ടൈം കേട്ടോ, ഷാർപ്പ് പക്ക ടൈം. 5:15 എന്ന് പറഞ്ഞാൽ 15 തന്നെ വന്നേ ഭാരത് എടുത്ത് കേട്ടോ. 1 മിനിറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഓൺ ടൈം. നമ്മൾ മറ്റുള്ള ട്രെയിൻ കണക്ക് ഇത് നോക്കി വരരുത്, പണി പാളും. നമ്മള് ഇടിപിടിന്നായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ദേവിടെ കിടക്കുക ഉറക്കമാണോ? കുഞ്ഞിനെ ചെവി മറക്കുന്നൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നേ, പക്ഷെ അത് വെച്ച കച്ചിലായിരിക്കും. പക്ഷെ വേറെ കാര്യം, മറ്റേ ട്രെയിൻ കണക്ക് ഒരു കുലുക്കോ എടുക്കോ ഒന്നുമില്ല, ചുമ്മാ ഇരിക്കുന്നു. നമ്മളെ കാറിൽ ഇരിക്കുകയാണെങ്കിൽ കംഫർട്ടില് നമ്മൾ ആദ്യമായിട്ട് കേട്ടോ. അതുകൊണ്ട് അത്ര എക്സൈറ്റ്മെന്റ്. നിങ്ങളെ കുറെ വട്ടം വന്നവർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. സെയിം ഗൈസ്, ഒന്നുമില്ല. നമ്മളാ നോർമൽ കാറിൽ ഒരു കുലുക്കവും ഇല്ല. കാറിൽ ഇരിക്കുന്നതിന് അത്ര പോലും കുലുക്കമില്ല. ഒന്നും അറിയുന്നില്ല. ആകെപ്പടി എയർ കണ്ടീഷണറിന്റെ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൗണ്ടും ഇല്ല, നിശബ്ദത. അത് ഇരിക്കട്ടെ, നമ്മൾ ഉറങ്ങാൻ പോകും ഗൈസ്. പത്രമൊക്കെ വായിക്കട്ടെ. പത്രമൊക്കെ തന്നു. വർഷങ്ങളായി പത്രം വായിച്ചിട്ട്. സത്യം. അമ്പൂര് മുറിഞ്ഞല്ല എന്റെ ലിപ്സ്റ്റിക് കേട്ടോ. അപ്പുറത്ത് സീറ്റിലോട്ടിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഫുള്ള് ലൈറ്റ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ ഇരുന്ന് മൃദുല ഫീഡ് ചെയ്തു. ആയി. എന്ത് നല്ല മനോഹരമായ ആചാരങ്ങൾ. ചേർസ്. സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇത് പൈസക്കോ പൈസ വയ്ക്കോ. ഏട്ടൻ ഇതും കൂടെ ചേർത്താണ് തോന്നുന്നു പേ ചെയ്തത് ആയിരിക്കാം. ഇതിന്റെ കൂടെ നമുക്കൊരു ഓട്സിന്റെ യൂണിബിക്കിന്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു കുക്കി. പിന്നെ ഇതൊന്ന് ഇൻസ്റ്റന്റ് ചായ പൊടിയാണ്. നമുക്കിപ്പോ ചായ തരും. ഇപ്പൊ ചായ തരും. ചായ പൊടിയല്ലേ? ചായപ്പൊടിയാവും. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അതാണ്ട് ഒരു സ്പൂണും കൂടെ. സ്പൂൺ അത് ചായ ഇളക്കാനായിരിക്കും. അപ്പൊ കപ്പും ചൂടുള്ള ഇനി വരുമായിരിക്കും ഇല്ലേ? അത് അടുക്കള പോയി. അത് ശരിയാ, പഞ്ചാരം കൂടുതൽ ഒരു പിടിക്കുമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊട്ടിച്ച് നോക്കാൻ കഴിച്ചു. എങ്ങനെ ഉണ്ടോ? ഓട്സ് ബിസ്ക്കറ്റ് ആട്ടോ. ഹെൽത്തി ഹെൽത്തി ഹെൽത്തി. കൊള്ളാം. ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരും. പൈസ വെച്ചാൽ കൊടുക്കില്ലേ? പൈസ വെച്ചാൽ കൊടുക്കും. ചക്കക്കത്ത് ചക്കണ്ട അവിടെ ഒന്നും അറിയത്തില്ല. കൊടുക്കും മൊത്തം ആക്കോട്ടോ. തിന്നട്ടടി. അത് കുക്കീസ് കൊടുത്തൂടാ കുഞ്ഞുകുട്ടിയൊക്കെ. ആണോ? ഞാൻ ഇനി ആവർത്തിക്കൂലേ. ഞാൻ വിചാരിച്ചു മൊത്തം പറഞ്ഞു. പാതി ഞാൻ എടുത്തു. ചായ വെച്ചോ. പാത്രം കൊള്ളാം. നമ്മുടെ KFCയുടെ മറ്റേ ഫ്രൈഡ് ചിക്കൻ തിന്നുന്ന പാത്രം പോലെ ഉണ്ട്. ഈ പാത്രം ഒരു തിരിച്ചു വാങ്ങിച്ചോണ്ട് പോകത്തില്ലേ? അല്ല, അത് തന്നു. അത് വേണം. പിന്നെ നിന്നെ ചോദിച്ചേ ഫുഡ് കഴിക്കുന്ന സാധനം വന്നത് അതേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചൂടുവെള്ളം വന്നിരിക്കുന്നു. അപ്പൊ ഇത് ഡൗട്ട് അവരുടെ ചായ ഇട്ട് തന്നാ പോരെ? ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ എത്ര ഇടുമ്പോ അവിടെ ഇവിടെ ഒക്കെ ആവും. കുഴപ്പമില്ല, നമുക്ക് ഇറക്കാരി. അതെ, ഇവിടെ കണ്ടു അമ്പു വലിച്ചെടുത്ത് ടിക്കറ്റ് തിന്നാണ് അമ്പു. ഇത് മൊത്തം പൊടി ഇടണോടാ? മൊത്തം ഇടണോ? ഇത് മസാല ചായയാണ്. ഒരു സൈഡ് കട്ട് ചെയ്യപ്പോ തോന്നിട്ടോ ഓവറായിപ്പോ കേട്ടോ. ഷുഗർ ഓൾറെഡി ഉണ്ടോ?
അതീ കാണും മിക്സ് ആയിരിക്കും കേട്ടോ. ട്രെയിനിൽ കുലുക്കമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കലക്കി തന്നെ കുടിക്കാൻ പറഞ്ഞു തരുന്നത്. കറക്റ്റ് നമ്മുടെ പൽപ്പൊടിയുടെ ഒരു കളർ അടിപൊളി സാധനം, സെറ്റപ്പ് സാധനം. എന്നാ പിന്നെ ഞാൻ ഇത് പൊട്ടിക്കത്തില്ലായിരുന്നു, നമുക്ക് കൊണ്ടുപോയിരുന്നു. ഈ പെണ്ണിനെല്ലാം വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ. അല്ല, ഞാൻ സീറ്റ് താത്ത് വെച്ചിട്ടില്ല. ഈ വെച്ചോ, ഇനി വെച്ചോ. ഇങ്ങനെ സൈഡ് പൊട്ടിച്ചാൽ മൊത്തം ഇടാം. പക്ഷെ ഇത്രയും പൊടി കാണോ തോനെ പൊടിയാണെന്ന് തോന്നുന്നില്ലേ? പക്ഷെ സാധനം കൊള്ളാം. പിന്നെ ഇതാണ് മസാല, ഒരു എരിവും അങ്ങനത്തെ ഇത് മസാല ചായ എഴുതിയിരിക്കുന്നത്. മിക്സ് ചെയ്ത് തരാം. മിക്സ്. മറ്റേ നമ്മുടെ ട്രെയിനിന്റെ മറ്റേ സൗണ്ടില്ല, ചായ മട്ട കാപ്പി അതൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടല്ലേ ട്രെയിൻ പേരുള്ളൂ ഇല്ലേ? പിന്നെ ചായ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അല്ലേടി അടിപൊളി. തട്ടുന്നുള്ളതും വെള്ളയല്ല. അമ്പ ഉച്ചരി രാവിലെ കുടം വന്നിരിക്കുക. അവനെ ഉറക്കിയില്ലല്ലോ. പൊടിയിൽ ഇത്രയും ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ്. ഓറ മധുരമില്ല. ഗായ്സ്, ഇപ്പോൾ 5:15 നമുക്ക് പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ എടുത്തത്. ഇപ്പം കറക്റ്റ് 6 മണിയായപ്പോൾ നമ്മൾ കൊല്ലത്തെത്തി. ഇപ്പം 45 മിനിറ്റ് കൊല്ലം ടു ട്രിവാൻഡ്രം ടു കൊല്ലം. സോ ഫാസ്റ്റ്, യാ. Too fast. So fast. Too fast. Sometimes we can so fast. Okay, so fast. കാരണം എനിക്ക് അത്ര ഇംഗ്ലീഷ് വിവരം ഇല്ലല്ലോ. You take. Okay. So fast. അമ്പൂട്ടനെ നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ലൈറ്റ് ഉള്ളതുകൊണ്ടാണോ അതുപോലെ അവന് പേടി, പുതിയ അന്തരീക്ഷമല്ലേ. കൂടെ ഏട്ടനെ നോക്കൂ, ഏട്ടൻ എണീറ്റ് പോകുന്നോ, ആരായി വരുന്നേ. കണ്ണിങ്ങനെ അടച്ചിട്ട് വലിച്ച തുറക്കുന്നത്. ശരിയാണ്, 2 പല്ല്. മുയലാണാ നീ മുയലാണാ? അമ്മയുടെ പല്ല് കിട്ടല്ലേ മുമ്പ്. വന്ദേ ഭാരത് ഓപ്പറേറ്റർ ഇനി ഞാൻ അടച്ചു കൊടുക്കണം, ഞാൻ തുറന്നു കൊടുക്കണം. നേരം ചെറുതായിട്ട് വെളുത്ത് വരുന്നുണ്ട് കേസ്. അമ്പൂട്ടന് ഉറക്കമില്ല. അമ്പൂട്ടൻ ഇത് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. അവൻ ഉറങ്ങുന്നില്ല, മനഃപൂർവ്വം ഉറങ്ങുന്നില്ല. കൊള്ളാം, സൂപ്പർ. എല്ലാരും കണ്ടു. ശ്രദ്ധിക്കുന്നുണ്ടോന്ന്. ചെറുതായിട്ട് മൂളുന്നുണ്ട്. അമ്പു കരയായിരിക്കട്ടില്ലേ കളിച്ചോണ്ട്. കാപ്പി ഉണ്ടല്ലോ ഏട്ടാ. കാപ്പി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സത്യത്തിൽ വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബുക്ക് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയില്ല. മേ ബി കാണും കാപ്പി, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങാം. എനിക്ക് വിശപ്പില്ല. തരുവാണെത്തില്ല. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ബുക്ക് ചെയ്തത് വിത്തൗട്ട് മീലാണോ അതാണോ. ഞാൻ പെട്ടെന്ന് ചിലവിടെ ബുക്ക് ചെയ്ത് മീൽസ് ഉള്ളായിരുന്നു. ഞാൻ നോക്കിയാലും 5 മണിക്ക് യാത്രയില്ലേ. പിന്നെ നമ്മളെ ആപ്പിളൊക്കെ ഉണ്ട് ഇല്ലേ, നമ്മുടെ സ്റ്റോക്ക് ഇറക്കും. പിന്നെ ചൂടുവെള്ളം, ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഉണ്ട്. ഉറക്കം അങ്ങോട്ട് വരുന്നില്ല, എന്താണെന്നറിയില്ല. നല്ല സുഖമുണ്ട്. എന്താ കേട്ടാ ഇവിടെ സൂപ്പർ. അടുത്തൊന്നും ഉറങ്ങിയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഞങ്ങൾ ഉറങ്ങിയില്ല, ഏട്ടൻ നല്ല ഉറങ്ങി. അങ്ങോട്ട് ഇടയ്ക്ക് തോണ്ടി വിളിച്ച് അറിയില്ല. ഞാൻ നല്ല ഉറങ്ങിയെന്നു. ഏട്ടാ മുട്ട കിണ്ടിയതും ഇതിൽ ആലു പൊറോട്ട പോലെ കറക്റ്റ് സാധനം കേട്ടോ, കറക്റ്റ് സാധനം. ഓ എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആണോ. അതിന് കൂടുതൽ ബട്ടർ ഉണ്ടായിരുന്നു. അമ്മൂടെ തയ്യത്തെറിഞ്ഞത് ഇതെന്തോ ഇതൊരു ഉണ്ടുണ്ട്. അത് വടയാന്ന് തോന്നുന്നു കേട്ടോ. ശ്രദ്ധിക്കാം. ഇതെന്തോ ആലു പൊറോട്ടയാന്ന് തോന്നുന്നല്ലേ. സവാള എന്തൊക്കെയോ കിണ്ടി കേട്ടോ. അതെന്താണ്? ഉണ്ണിയപ്പം. എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അതോ മാറി മാറി വരും? വെജ് ചേർക്ക് വേറെ, നോൺ വെജ് ചേർക്ക് വേറെ. അടിപൊളി കേട്ടോ. അതിൻ്റെ ബണ്ണും ഉണ്ട് കേട്ടോ. ബണ്ണിൻ്റെ കൂടെ ബട്ടറും ഇതും ഉണ്ട്, സ്പൂണും ഉണ്ട്. കറക്റ്റ് അമ്മൂന് കൊടുക്കാൻ പറ്റിയ സാധനം. ഓഹോ, ഇത് ആലു പൊറോട്ടയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സെറ്റ് സാധനം അല്ലേ.
എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആദ്യം തോന്നുന്നു റെയിൽവേന്ന് ഫുഡ് കഴിക്കുന്നത്. ഞാൻ കാശ്മീർ പോയപ്പോൾ പോലും കഴിച്ചിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ച. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു മുതലേ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നോൺവെജ് ആയിരുന്നെങ്കിൽ ഇഡലി കിട്ടിയത്, ഇഡലി ചട്നി സാമ്പാർ പിന്നെ ഉണ്ണിയപ്പം. അതിന് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അതിന് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം എല്ലാത്തിനുണ്ടായിരുന്നു. അത് ഡെസേർട്ടാ, കാപ്പ് കുടിച്ചിട്ടൊരു മധുരം. നല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇനി നമ്മൾ ബാത്റൂമും കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ. അതെ, ഫുഡ് ഇല്ലാതെ ബുക്ക് ചെയ്യാൻ കറക്റ്റ് ഒരാൾക്ക് 1000 രൂപയാണ്. കറക്റ്റ് ഒരാൾക്ക് 1000 രൂപ. ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴി, ഇനി അവരുടെ കമ്മീഷനൊന്നും അറിയത്തില്ല. എനിവേ അല്ലെങ്കിൽ ഫുഡ് ഉൾപ്പെടെ ആണെങ്കിൽ 1200 രൂപ ഫുഡിന് കൂടുതൽ. അങ്ങനെയാന്ന് തോന്നുന്നു. 200 രൂപ ഫുഡ്. 200 രൂപ കുഴപ്പമൊന്നുമില്ല. ചായ, ചോറ് തരും. ചോറില്ല, നമ്മൾ ഇറങ്ങുമല്ലോ. പൊതി തരുന്നില്ല. നമുക്കിവിടെ സീനറി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മള് ഫോൺ കാരണം വണ്ടി 9:110 ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലം മാറും. കറക്റ്റ് നമ്മൾ ടിക്കറ്റ് കാണിച്ച് 11:05 നമ്മളെത്തും. ഓൺ ടൈമാണ്. നമ്മൾ കോഴിക്കോട് കാലുകുത്തിയിരിക്കുകയാണ്. 10 മിനിറ്റ് ലേറ്റ് ആയി. എനിക്കൊന്ന് വേറെ ട്രെയിൻ ഏതോ വന്ന് കുറച്ചു നേരം നിർത്തിയിട്ടിരുന്ന കേട്ടോ. ഇനി എത്താറായപ്പോഴും ഓൺ ടൈം ആയിരുന്നു. ഇനി എത്താറായപ്പം ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി. അപ്പൊ എന്തായാലും നമുക്കൊരു ഊബറും വിളിച്ചോണ്ട് നേരെ നമ്മൾക്ക് ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. നല്ല ഉറക്കക്ഷീണം ഉണ്ടല്ലേ? നല്ലോണം ഉറങ്ങി. അതെ, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്ത് അടിപൊളി ട്രാവൽ അല്ലേ, എന്ത് സുഖമല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്, പെട്ടെന്ന് എത്തും. അതെ, നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് കറക്റ്റ് 5 മണിക്ക് കയറി, 5:15 കയറി. ഇപ്പൊ 11 മണിയായപ്പോ നമ്മളത് കോഴിക്കോട് എത്തി. എന്ത് സുഖം നോക്കിയേ, ഒരു ക്ഷീണമില്ല, നല്ല ഉറങ്ങി. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നല്ല ഉറക്ക ക്ഷീണം ഉണ്ടല്ലേ, അടിപൊളി. കാറിലാണ് എന്ത് ഡ്രൈവ് ചെയ്യണം. സത്യം, ഞാൻ ആലോചിച്ചു ഇനി എറണാകുളമൊക്കെ വരുമ്പോ ഇത് വന്ന പോലെ വണ്ടി ഓടിച്ച് ചുമ്മാ എനിക്ക് എക്സിറ്റ് ചെയ്ത് വഴിയാടാ. ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഫസ്റ്റ് ടൈം എടാ. ഞാൻ ഫോട്ടോ കണ്ടിട്ടുള്ള വെള്ളയാണല്ലോടാ. നീല, അതുപോലെ നീലയും വെള്ളയും കണ്ടിട്ടുള്ളത്. ഇത് ഓറഞ്ചും ബ്ലാക്കും പോയി. കുറച്ചു നേരം ഇരുന്നുള്ളൂ കേട്ടോ. അമ്പു നല്ല ഉറക്കം കഴിച്ചു. ഊബർ വിളിച്ചു, അമ്പൂട്ട് ഉണർന്നു. ലഗേജ് എല്ലാം അവിടെ കയറ്റി നേരെ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് 500 മീറ്റർ അടുത്ത് കേട്ടോ നമ്മളൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് രാവിലെ അമ്പ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും ഉറങ്ങുന്നത് എണീക്കുന്നതൊന്നും ഒരു പിടിയില്ല. അയ്യോ, ഞാൻ എയർപോർട്ടിന് അടുത്തെന്ന് പറഞ്ഞു. അപ്പം നാളത്തെ യാത്ര അറിയാതെ നമ്മളെ മനസ്സിൽ സസ്പെൻസ് ഒന്നും ഇരിക്കുന്നില്ല. അപ്പൊ നാളെ സ്ഥലം പക്ഷെ നമ്മൾ പറയുന്നില്ല. അത് നാളെ അറിയാം നമുക്ക്. അപ്പൊ നാളെ നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സുഖയാത്ര അല്ലേ? ഒരു ബോഡി പെയിന് പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു അമ്പൂട്ടനും കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നേ. നല്ല ഫുഡായിരുന്നു അല്ലേ? തിരിച്ച് നമുക്ക് അത് തന്നെ മതി. ഇഷ്ടപ്പെട്ടു. തിരിച്ച് നമുക്ക് ടിക്കറ്റ് കിട്ടുമെങ്കിൽ മറ്റേ നമുക്ക് ഇത് നമ്മൾ ചെയർ അല്ലേ ബുക്ക് ചെയ്തത്, മറ്റേ നമുക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല, അത് നമുക്ക് ബുക്ക് ചെയ്യാം. അമ്പുവേ, അമ്പൂട്ടോ, വലിയ പാടാ. വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇവിടുന്ന് നമുക്ക് നമ്മളെ ഹോട്ടലിലേക്ക് 26 കിലോമീറ്റർ ഉണ്ട്. 26 കിലോമീറ്ററോടെ 1 മണിക്കൂർ വേണം. ഭയങ്കര തിരക്ക്, ഭയങ്കര ട്രാഫിക്. ഇത്രയും നേരം ചീറിപ്പാഞ്ഞ് വന്നിട്ടേ വിശപ്പൊന്നുമില്ലല്ലോ. നിങ്ങളുടെ പുട്ടും മുട്ടക്കറിയും കൂട്ടി അറിഞ്ഞിട്ടില്ലോ? എന്ത് പറയുന്നു? ചുമ്മാ ചോദിച്ചേ. ഈ വർഷം എഡിറ്റിംഗ് ഉണ്ട്, ചെന്നിട്ട് വേണം വർക്ക് ചെയ്യാൻ. നേരം അനങ്ങായിരുന്നവനാണ് നമ്മള് കൈ പിടിച്ചപ്പോ കൈ കൊണ്ട് വരുന്ന കൈ വിടാൻ. വലിയ ചാടയാണോ? വലിയ ചാടയാണോ? അമ്പു
ഒരു ഹാപ്പി ആയി കട്ടിലോട്ട് വന്നപ്പോ. സന്തോഷം. ഓ അമ്പു നമ്മളെ വീട്ടിന്റെ കട്ടിലിന്റെ ആഴം വെച്ചിട്ട് ഇതിൽ കൂടെ വന്നു വീണാ മോന്ത ഇടിക്കും. ആ കൂർത്ത് തടിയാ. ഒരു ദിവസം എന്നോ ഹോട്ടലിൽ എടുത്തപ്പോ ഇങ്ങനെ വീണായിരുന്നു ഒരു ദിവസം. വാഗമണ്ണ് പോയപ്പോ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിലൊന്ന്. നമ്മളെ വീട്ടിൽ ഇറങ്ങുന്ന ഞങ്ങളെ വിളിച്ചവൻ. ഗൈസ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് 100 മീറ്റർ ഇവിടെ നമുക്ക് നടന്ന് പോകാനുള്ളേ ഉള്ളൂ എയർപോർട്ട്. ഫ്ലൈനൊക്കെ ഇങ്ങനെ തട്ടി പറഞ്ഞു പോകും. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന്റെ തല ടച്ച് ചെയ്ത് പോയി മരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പോവും, തട്ടിയതല്ല. ഇതാണ് കേട്ടോ നമ്മളെ റൂം. എയർപോർട്ടിന് അടുത്തായിട്ട് തന്നെ ഫെസിലിറ്റീസ് കുറവാ, പക്ഷെ റേറ്റ് കൂടുതല. പിന്നെ നമ്മൾ നാളെ രാവിലെ നമുക്ക് 6 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വെളുപ്പിന്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഒന്നാമത് ട്രാഫിക്കാ അറിയാലോ കോഴിക്കോട്. നമ്മൾ അങ്ങോട്ടൊന്നും എടുത്തില്ല, ഇനി അടുത്ത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ അമ്പൂട്ടം കുരുത്തം കൊട്ട ഉറക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എണീക്കും രാവിലെ? പക്ഷെ കുഴപ്പമില്ലല്ലോ, നല്ല സ്പേസ് ഉണ്ട് റൂം. നോക്ക്. അതെ കൊള്ളാം. അവിടെ നമുക്കൊരു വർക്ക് ചെയ്യാൻ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെറ്റിലുണ്ട്, കോഫി ഉണ്ട്, കോഫി പൗഡർ ഉണ്ട്. പിന്നെ എന്താ വേണം? എല്ലാം ഉണ്ട്. വാർഡ്രോബ് ഉണ്ട്. കോഫി വേണ്ട. അത്യാവശ്യം നല്ല വലിയ റൂം ആട്ടോ. ബാത്റൂം നോക്കിയാടി. വിൻഡോ വരണ്ടേ ഉള്ളൂ അല്ലേ? ഒരു ചെറിയ വിൻഡോ. അയ്യോ, വിൻഡോ തുറന്നാൽ വ്യൂ മനോഹരമാണല്ലോ. കൊള്ളത്തില്ല. വിൻഡോ തുറക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. വിൻഡോ തുറക്കണ്ട. ബാത്റൂം ഒക്കെ കൊള്ളാം. ബാത്റൂം ഒക്കെ കൊള്ളാം. നല്ല ബാത്റൂം കേട്ടോ. നല്ല വൃത്തിയുള്ള ബാത്റൂം. അടങ്ങടാ. ഇത്രയും നേരം ട്രെയിനകത്ത് ഇങ്ങനെ അടങ്ങി ഇരുന്നിട്ടേ അവന്റെ ഫുള്ള് അവന് എനർജി പൊട്ടൻഷ്യലൊക്കെ കൊണ്ട് എടുത്തതാ. നിന്നെ നോക്കിക്കോ. ഇരിക്കുന്ന ഇരിപ്പിലെ ഇച്ചിറക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. നിന്നെ നോക്കിക്കോ. നിന്നെ നോക്കിക്കോ. പോടാ അവിടുന്ന്. അടങ്ങി ഒതുങ്ങിയിരുന്നു തലവണ്ട പൊട്ടിപ്പോ കേട്ടോ. മുറി എവിടെയെങ്കിലും ഇങ്ങനെ ചാടിയാ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടല്ലോ. അടങ്ങി ഒതുങ്ങി ഇരുന്നോണം ഇവിടെ. ഞാനും അടിക്കും, അടി കിട്ടും. നമുക്ക് ഉറങ്ങണം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂം എടുത്തത്. ഉറങ്ങണം. നിന്റെ ചാട്ടം കൊണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടല്ലോ. നമ്മൾ റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ഫുഡൊന്നും ഇപ്പോഴും ഓർഡർ ചെയ്യണ്ടല്ലോ. ഒന്ന് കിടക്കണം. ഒന്ന് കിടക്കട്ടെ ഗൈസ്. കിടന്നിട്ട് വരാം. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. നമ്മ ഒരു കൈ പെട്ടുപോയിട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ സ്വിഗ്ഗിയൊക്കെ, ഇവിടെ സൊമാറ്റോ ഒന്നും ഇല്ല. മീൻസ് ഈ എയർപോർട്ടിനടുത്ത് എയർപോർട്ട് ഉള്ളിലോട്ടല്ലേ. എയർപോർട്ടിനകത്ത് സൊമാറ്റോ പിന്നെ സ്വിഗ്ഗി ഉണ്ട്. പക്ഷെ 12 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ ഹോട്ടല്. വരുമ്പം ഒരു സമയം എടുക്കും. നമ്മള് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ വിചാരിച്ചു സ്വിഗ്ഗി സൊമാറ്റോ കാണും. നമ്മള് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. നല്ലൊരു നമുക്ക് ഒരു ഓട്ടം വിളിക്കാം. ഇവിടെ ഊബറും കിട്ടുന്നില്ലടേ. ഊബർ കിട്ടുന്നില്ല. അടുത്തടുത്ത് പോവാൻ കിട്ടുന്നില്ല. സാധാരണ എയർപോർട്ടൊക്കെ ഉള്ളിടം ഭയങ്കര എപ്പോഴും ഊബർ. എനിക്ക് അവിടുന്ന് ഞാൻ നിൽക്കുന്ന അടുത്തോട്ട് നമുക്കൊരു 3 കിലോമീറ്റർ പോകാൻ വേണ്ടിയുണ്ട് ഒരു ഹോട്ടലിലോട്ട് കഴിക്കാൻ വേണ്ടി. അങ്ങോട്ട് ഊബർ കിട്ടണില്ല. ട്രിപ്പ് ആരും എടുക്കണില്ല. എടുക്കാത്തയാണോ നോ ട്രിപ്പ് അവൈലബിൾ എന്ന് കാണിക്കുന്നത്. നമുക്ക് നാളെ രാവിലെ എണീറ്റ് നടക്കാം കേട്ടോ. 500 മീറ്ററേ ഉള്ളൂ. നമുക്ക് പെട്ടി ഉരുട്ടി ഇങ്ങനെ നടക്കാം. ഇവിടെ നിന്നിട്ട് ഓട്ടോ ഒന്നും കിട്ടണില്ല. രാവിലെ ജോഗിങ്ങോ. എന്റെ മൈൻഡിൽ വേറെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോണോന്നായിരുന്നു. പക്ഷെ അവിടത്തേക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. ഈ ഓട്ടോ ചേട്ടൻ ചോദിച്ചു നോക്കിയാലോ. ഇവിടെ മന്തി എന്തൊന്നുമില്ല, ഷവായി ഒന്നുമില്ല. ചിക്കൻ തിന്നണ്ട. ഇന്നലെ തിന്നില്ലേ? പിന്നെ വഴക്ക് പറയുന്നു ചേട്ടാ. ആ ചേട്ടൻ കേട്ടത് നമ്മൾ ഫൈനലി ഓട്ടോ വിളിച്ചു ഗൈസ്. അപ്പൊ അത് കാണോ അപ്പൊ കാറ്റടിക്കുന്ന കേട്ടോ. ഭയങ്കര ഫീൽ. അയ്യോ എന്തോരം ഷവായികളാ. ഇത്ര ഷവായി നമ്മളോട് ഇത്ര ഷവായി കിട്ടുന്നില്ല എല്ലാവരും. 1 2 3 4 കോഴിക്കോട് വന്നിട്ട് ഷവായി ഇതിലോട്ട് കഴിച്ചിട്ടില്ല. ഒന്ന് ട്രൈ നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. മൃദുല നീ കോഴിക്കോട് നിന്ന് ഷവായി കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് വേണം. ഷവർമയും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ.
ഷവർമയുടെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടോ? അടിക്കണ ഭയങ്കര ക്വാണ്ടിറ്റിയിലാണ് അടിക്കുന്നത്. ഷവർമ ട്രൈ ചെയ്തോളാം. എവിടെങ്കിലും പോയാൽ ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാൻ ഞാൻ വേണം. അവിടെ നിന്ന് 3 കിലോമീറ്റർ അടിപൊളി ഒരു ഫുഡ് സ്പോട്ട്. ഫുഡ് കഴിച്ചു. ഈ ഇതുണ്ടല്ലോ, ഈ വെള്ളം കൂടി ഇത് ഒറ്റ ഊരി എറിയ അല്ലേ? അതല്ല, ഇനി തുപ്പും വായിൽ കൊണ്ടിട്ട് ദേഹം മൊത്തം ഉടുപ്പ് മൊത്തം ആക്കും. കുടുത്തക്കെട്ടോടെ കണ്ട 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 അവരുടെ 2 പല്ല് മുല്ലമൊട്ട് പോലത്തെ പല്ലും. മൂക്കൊലിപ്പ് കുഞ്ഞിന്. എന്നിട്ടാണ് അവക്കാഡോ ഷേക്ക് പറഞ്ഞത്. എന്റെ ക്യാൻസൽ ചെയ്ത് വാട്ടർമെലൻ ആക്കിയത്. നമ്മളിത് രാവിലെ കഴിച്ചതേ ഉള്ളൂ. രാവിലെ ആ ഒരു ഇപ്പൊ സമയം 4 മണിയായി. ഇത് എന്ത് ഫുഡാ? മുട്ട കിണ്ടിയതും ആലു പൊറോട്ടയും ബണ്ണും ചായയും ഉണ്ണിയും. ഒരു കോമ്പിനേഷൻ ഇല്ലാതെ കുറെ ഐറ്റംസ് ഇല്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു നല്ല വിഷയമായിരുന്നു. ഓ ആലോചിക്കുന്നു. താങ്ക് യു അച്ഛനോടുള്ള സ്നേഹമുണ്ട്. അമ്മ പ്ലേറ്റ് ഉടക്കുന്നുണ്ട. ഉത്തരവാദിത്തമുള്ള ഇറങ്ങാനാ. പ്ലേറ്റ് ഉറക്കും, സൺസ്ക്രീൻ ഇടും. കണ്ടോ നമുക്ക് വൃത്തിയുണ്ടമ്മേ. അയ്യോ, ഇവിടെ ഷവായിയുടെ മാങ്ങ അരിഞ്ഞ് അതിനകത്ത് നമ്മുടെ വറ്റൽമുളക് ഇട്ടത്, പിന്നെ ഇലയുണ്ട്. ഇലയൊക്കെ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ റൊമാനോ കൊട്ടിയാ ലെറ്റ്യൂസാ. ഇത് മസാലയാടാ, നോർമൽ ഷവായി അല്ല കേട്ടോ. അല്ലേ? കണ്ടിട്ട് സ്പൈസി ആണ് ഫീൽ ചെയ്യുന്നില്ലേ? ഓ, ആദ്യം കറിയെങ്കിലും പിന്നെ ഇരുന്ന് കഴിച്ചോളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കണ്ടിട്ട് നല്ല സെറ്റപ്പായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഓ മോനെ, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ? നമ്മൾ ഇതൊക്കെ ഇട്ടോ ടേസ്റ്റ് നോക്കാം. മാങ്ങയൊക്കെ വെച്ച് അടിപൊളി കേട്ടോ. 2-3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഒന്നിന് ക്ലാസിക്. ഓക്കെ, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. എപ്പടി? എന്റെ ഫേവറേറ്റ് ലെഗ് പീസ് ഞാൻ എടുത്തു കേട്ടോ. തന്നില്ലേ? വ്യക്തമായില്ല. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട അല്ലേ? ആ ചിക്കൻ അകത്ത് ഒരു ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. ചില സവായി അകം ഫ്ലേവർ പിടിക്കില്ല. അടിപൊളി. അമ്മൂല് നമ്മൾ ചിക്കൻ പിച്ചിട്ട് എടുക്കാൻ പോവാം. ഷവായി സത്യം പറഞ്ഞാൽ കഴിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നിന്നൊന്നും ഞാൻ ഇവിടെ കഴിച്ചിട്ടില്ല. അത് ഇവിടുത്തെ നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പം ട്രൈ ചെയ്യണമെന്ന് തോന്നി. വളരെ ദോശ കഴിക്കണമെന്ന് മൈൻഡ്. അവർ കറക്റ്റ് സലാഡും അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. കറക്റ്റ് ബാലൻസ് ഇല്ലല്ലേ? മാങ്ങ കൊള്ളാം. അടിപൊളി മാങ്ങ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ ചിക്കൻ്റെ കൂടെ ആ റൊമാലി റൊട്ടിയുടെ കൂടെ കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ക്ലാസിക്കും പറഞ്ഞിട്ടുണ്ട്, ഫുൾ മീറ്റ് ഷവർമയും പറഞ്ഞിട്ടുണ്ട്. ഷവർമ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എനിക്കും ഇത് ക്ലാസിക് ആണോ എന്നറിയാൻ വയ്യ. രണ്ടും ടേസ്റ്റ് ചെയ്യാലോ. ഇത് ഫുൾ മീറ്റ് ആവും. ഫുൾ മീറ്റ് നമ്മൾ ഇതിന് കഴിച്ചില്ലേ? അടിപൊളിയല്ലേ? അടിപൊളി. നമ്മൾ ഭയം ഏറ്റവും കുറച്ച് എടുക്കാനാ പറഞ്ഞു. ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അടിപൊളിയാടാ, ഒരു പ്രത്യേക ടേസ്റ്റ്. അടിപൊളിയല്ലേ? വാഴോട്ട് വെക്കുമ്പോ തന്നെ എന്താ ഒരു ഫ്ലേവർ. നമ്മള് ഫുഡ് കഴിച്ചത് 714 രൂപ. ഇതാണ് കേട്ടോ ഹോട്ടല്. ലൊക്കേഷൻ പറഞ്ഞു തരാനാണെങ്കിൽ നമ്മുടെ എയർപോർട്ട് പോകുന്ന റൂട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വൈദ്യർ മാപ്പിള കലാകാരൻ. അതിന്റെ ഓപ്പോസിറ്റ് വൈദ്യർ മാപ്പിള കലാ അക്കാഡമി. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആയി. നല്ല ഫുഡ് കേട്ടോ.
പിന്നെ എനിക്ക് ആകെ ഇതായിട്ടുള്ളത് ജ്യൂസ് കൊള്ളതില്ലായിരുന്നു. ജ്യൂസ് മൊത്തം വെള്ളമായിരുന്നു. അതൊഴികെ ബാക്കിയല്ല അതൊഴികെ ബാക്കിയെല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷവർമ സൂപ്പർ, ഷവർമ അടിപൊളി, ഒരു വേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? വയറും നിറഞ്ഞു. അപ്പൊ അത്ര കൂടെ കഴിച്ചില്ല. ഇത് ഞാൻ എപ്പോഴേ കൊടുത്തത് 1 മണിക്കൂർ മുമ്പ്. ഇതോട്ട് വിട്ടില്ലേ നീ? ഇത് തരൂല കായ്സ് ഇങ്ങനെ പറ്റിക്കും നമ്മളെ. കുറച്ച് തരും, മൊത്തം കടിച്ച കരയും. അതുകൊണ്ട് കുറേശ്ശെ കടിക്കാൻ തരും. ഒന്നും കിട്ടുന്നില്ല മുതലേ. വർക്കൗട്ടായാലോ 3 കിലോമീറ്റർ നടന്നാലോ. അത് ഇവനെ കൊണ്ട് ഇറച്ചിതാടാ. ഗായ്സ് നമ്മൾ വന്നു. ഞാൻ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തു. അമ്പൂട്ടൻ ഉറങ്ങി. ആ നേരത്ത് ഞാനും മൃദുലെ ദോശയും കല്ലുമ്മക്കായും കേക്കും. നീ ഒരു അമ്മച്ചിയാണോ? നീ ഒരു അമ്മച്ചിയാണോ? ഞാൻ പറയും 2 ദോശ നീ അതിന്നെ. ഞാൻ ഒരു 2 മുട്ടയിൽ നിന്ന് നീ അയ്യോ നീ ഒരു മുട്ട, ഞാൻ ഒരു മുട്ട പുഴുങ്ങി തിന്ന്. ഒന്നുണ്ടായിരുന്നു മാങ്ങ അരച്ചരത്ത് വെച്ച് അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഒരു കോഴിക്കോട് പലഹാരം ഞാൻ പറയണ്ടല്ലോ. ഒരു ബണ്ണിന്റെ ഒരു സാധനം, അതിനകത്ത് പുളിയും ഉണ്ട്, മധുരം ഉണ്ട്, എന്തോ ഒരു സാധനം, എന്തോ ഒരു പലഹാരം. പക്ഷേ വില എത്ര? 2 ഇവിടെ ഞാൻ 2 പ്ലെയിൻ ദോശ വാങ്ങിച്ചത് 40 രൂപയായുള്ളൂ. ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത് 20 രൂപ ഒരു നല്ല ദോശ. നമ്മളവിടൊക്കെ ആണെങ്കിൽ 60 രൂപ കൊടുക്കണം ഒരു പ്ലെയിൻ ദോശ. ഇവിടെ 20 രൂപയുള്ള ഒരു പ്ലെയിൻ ദോശ. നല്ല ദോശ, നല്ല ക്വാളിറ്റി, സാമ്പാർ ചട്നി എല്ലാം കൂടി. ഞാൻ 2 ദോശയും സാമ്പാറും എല്ലാം കൂടി വെച്ച് 40 രൂപ. നല്ല ഫുഡാട്ടോ ഇവിടെ. 10 മണി അവന് ടീ വെച്ച് കൊടുക്കാനാട്ടോ. ടീ വെച്ച് കൊടുക്കാൻ നമ്മൾ ആ വീഡിയോക്കകത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. അതെ, ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത വ്ളോഗിനകത്ത് ഫുഡ് കഴിക്കുന്ന പോസ്റ്റ് ഉണ്ട്. അത് കണ്ടിങ്ങനെ കൊതി കൂടുന്നു. അമ്പു അമ്മച്ചിയാ തിന്നത്. എന്നിട്ട് അമ്മച്ചിയുടെ യൂഷ്വൽ ഡയലോഗ് ഉണ്ട്, പാലീന്ന് കിട്ടിക്കോളൂന്ന്. അമ്മ എപ്പോഴും എഴുതുന്ന ഡയലോഗാ. അയ്യോ അമ്മ തിന്നല്ലേ, ഇനി മക്കൾക്ക് പാലീന്ന് കിട്ടുമെന്ന്. ഇടി ഊരടി ടീഷർട്ട് മനുഷ്യൻ. ഇത് നിന്റെ ആയിരുന്നില്ല. നിന്റെ ചെറുക്കന് വിശക്കുന്നു വല്ല ഹോട്ടലും കുത്തി തുറന്നു. ഞാൻ വല്ലം പോയി വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ വല്ലം ചെറുക്കന് വിശക്കുന്നു കേട്ടോ. ചെറുക്കന് രാത്രി എന്തെങ്കിലും കഴിക്കണം. ഞാൻ പോയി വല്ല ബൺ കേക്കോ എന്തെങ്കിലും ഉണ്ടെന്ന് വാങ്ങിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ ചെറുക്കോ ഒന്ന് ഇതൊക്കെ എടുത്ത് പോയി. എനിക്കിത് മതി. ഇതൊക്കെ ഇങ്ങോട്ട് വിശന്ന് കരഞ്ഞ് അച്ഛൻ ദോശ വെച്ചോണ്ട് വന്നേ. അമ്മ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നേരം പിസ്ത തിന്നുമായിരുന്നു. ആപ്പിള് തിന്നു കഴിഞ്ഞ് പിസ്ത തിന്നുമായിരുന്നു. നല്ല മോൻ കണ്ണൊക്കെ ചൂടുണ്ടോ? ഒരു കേക്കും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഈ ടൈപ്പ് ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഈ സൂപ്പർ സാധനം. ഇതിനകത്ത് ഒരു ഒരു പുളിപ്പോ മധുരമുള്ള ഒരു സാധനം ഉണ്ട്. എനിക്ക് വേണമില്ല. ഇതാ സാധനം. എങ്ങനെയുണ്ട്? വെറൈറ്റി പലഹാരങ്ങൾ കഴിക്കണമെങ്കിൽ കോഴിക്കോട് വരണം. ഇത്രേ ഉള്ളു ഗൈസ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ കാണാം. നാളെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് നാളെ പറയാം ഗൈസ്. നാളെ പറയാം. ഓക്കെ? അല്ലെങ്കിൽ നാളത്തെ വീഡിയോക്ക് ഒരു ഗുമ്മ കാണത്തില്ലല്ലോ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതിലുള്ള കാണുന്നവരെ ബൈ. എങ്ങനെയാമ്പു? ഒന്നുകൂടി. എങ്ങനെയാമ്പു? മുടുക്കൻ.